മരുഭൂമിയിൽ പെയ്ത മഴയായിരുന്നു കോൺഗ്രസിന് തെലങ്കാന തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നേടിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇന്ന്. ഇതോടെ സംസ്ഥാനത്തെ സീറ്റ് മോഹികളുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്തെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ പാർട്ടിയുടെ അനുമതി തേടി ഒരു മണ്ഡലത്തിൽ നിന്നും 3-4 നേതാക്കൾ എത്തിയതോടെ ടിക്കറ്റ് മോഹികളുടെ എണ്ണം 100 കടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആവേശഭരിതരായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കാൻ സംസ്ഥാന കോൺഗ്രസ് അടുത്തിടെ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. സോണിയയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത 6 ഉറപ്പുകൾ നടപ്പാക്കി ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും നേടുക എന്നതാണ് പാർട്ടിയുടെ തന്ത്രം. മുൻ നൽഗൊണ്ട, ഖമ്മം, മഹബൂബ് നഗർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോക്സഭാ സെഗ്മെന്റുകളിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് 10ലേറെ സീറ്റുകളിലാണ് വിജയം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. പട്ടേൽ രമേശ് റെഡ്ഡിക്ക് ടിക്കറ്റ് നൽകാൻ പാർട്ടി നേതൃത്വം താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നൽഗൊണ്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ജനറെഡ്ഡിയും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രമേശ് റെഡ്ഡി ടിക്കറ്റിനായി ശ്രമിച്ചിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് അനുനയിപ്പിക്കുകയായിരുന്നുവെന്നാണ് സൂചന. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം കോമതി റെഡ്ഡി വെങ്കട്ട് റെഡ്ഡിയുടെ രാജിയെ തുടർന്ന് ഒഴിവ് വന്ന ബൊങ്കീർ മണ്ഡലത്തിൽ നിന്ന് TPCC വൈസ് പ്രസിഡന്റ് ചമല കിരൺ കുമാർ റെഡ്ഡി മത്സരിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് വെങ്കട്ട് റെഡ്ഡി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതേസമയം ഖമ്മം ടിക്കറ്റിനായി കടുത്ത മത്സരമാണ് നടക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി രേണുക ചൗധരി, റവന്യൂ ഭവന മന്ത്രി പൊങ്കുലേട്ടി ശ്രീനിവാസ് റെഡ്ഡിയുടെ സഹോദരൻ പ്രസാദ് റെഡ്ഡി, വി ഹനുമന്ത റാവു തുടങ്ങി നിരവധി നേതാക്കൾ ഈ ടിക്കറ്റിനായി മത്സരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. മഹ്ബൂബാബാദിൽ ആദിവാസി കോൺഗ്രസ് ദേശീയ വൈസ് ചെയർമാൻ ബെല്ലയ്യ നായിക്കിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ടിക്കറ്റ് ഉറപ്പ് നൽകിയിട്ടും മുൻ കേന്ദ്രമന്ത്രി പി ബൽറാം നായിക്, പഞ്ചായത്ത് രാജ് ഗ്രാമവികസന മന്ത്രി ധൻസാരി അനസൂയയുടെ മകൻ സൂര്യ എന്നിവർ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. മുൻപ് TPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി പ്രതിനിധീകരിച്ചിരുന്ന മൽക്കാജ്ഗിരി മണ്ഡലത്തിലും മൈനംപള്ളി ഹനുമന്ത റാവു, മധു യാസ്കി ഗൌഡ്, നടനും രാഷ്ട്രീയ നേതാവുമായ വിജയശാന്തി എന്നിവരും ടിക്കറ്റിൽ കണ്ണുവെച്ച് രംഗത്തുണ്ട്. അതേസമയം മികച്ച പ്രവർത്തനം തന്നെയാണ് ഇവിടെ രേവന്ത് റെഡ്ഡി കാഴ്ചവെക്കുന്നത്. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയ 6 ഗ്യാരണ്ടികൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയപ്പോൾ തന്നെ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാർ ചെയ്തു തുടങ്ങിയിരുന്നു. ഓരോ മന്ത്രിമാർക്കും സംസ്ഥാനത്തെ ജില്ലകളുടെ ചുമതല നൽകി അവരെ രക്ഷാകർത്താക്കളാക്കി മാറ്റി ജില്ലാടിസ്ഥാനത്തിൽ പുരോഗതിക്ക് പുത്തൻ പരീക്ഷണം നടത്തുകയാണ് രേവന്ത് സർക്കാർ. പ്രജാപാലന പരിപാടിയുടെ സുഗമമായ നടത്തിപ്പാണ് രേവന്ത് സർക്കാർ ഇതുവഴി ലക്ഷ്യമിടുന്നത്. 10 മന്ത്രിമാരെയാണ് 33 ജില്ലകളുടെ ചുമതലകൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മന്ത്രിമാർ ജില്ലാ രക്ഷകർതൃ മന്ത്രിമാർ എന്നറിയപ്പെടും. മഹാരാഷ്ട്രയിലും കർണാടകയിലും നേരത്തെ ജില്ലാ രക്ഷാധികാരികളായി മന്ത്രിമാരെ ചുമതലപ്പെടുത്തി കോൺഗ്രസ് പദ്ധതികളുടെ നടത്തിപ്പ് വേഗത്തിലാക്കിയിരുന്നു. കെ ചന്ദ്രശേഖര റാവുവിന്റെ BRSനെ തോൽപ്പിച്ച് തെലങ്കാന പിടിച്ചെടുത്തതിൽ പിന്നെ തെലുങ്ക് നാട്ടിൽ കാലുറപ്പിക്കാനുള്ള എല്ലാ വഴിയും കോൺഗ്രസ് നോക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തെലങ്കാനയിൽ കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നതിന് കാരണമാണ്. ആന്ധ്രാപ്രദേശിൽ ആഴത്തിൽ പതിഞ്ഞിരുന്ന കോൺഗ്രസ് 2014 വിഭജന ശേഷം തെലുങ്കരുടെ നാട്ടിൽ തകർന്നടിയുകയായിരുന്നു. ഇപ്പോൾ തെലങ്കാന പിടിച്ചെടുത്ത കോൺഗ്രസിന് ആന്ധ്ര കൂടി നേടാനുള്ള കരുത്താർജിക്കാനുള്ള ശ്രമം ശക്തമാക്കിയേ മതിയാവൂ. മറിച്ച് സംഭവിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമാകും.